ഹായ് ഓൾ എന്ന് വീട്ടിലിരിക്കല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തു പോകാം. അപ്പൊ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാട് മാനന്തവാടി കോമാച്ചി പാർക്കിലേക്കാണ് കേട്ടോ. ഏകദേശം 10 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ളൊന്നും കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാലും എന്റെ കൂടെ വരും മാക്സിമം ഞാൻ കാണിച്ചു തരുന്നതാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞും തണുപ്പും അതിലൂടെ ഈ പച്ചപ്പും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഫോട്ടോഗ്രാഫി മ്യൂസിയം ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. 150 വർഷത്തെക്കാളും പഴക്കമുള്ള ക്യാമറകളാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ തുടങ്ങി ഇന്ന് വരെയുള്ള ഒട്ടുമിക്ക ക്യാമറകളും ഇവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി മ്യൂസിയം ആണ്. കൂടാതെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയവർക്കായിട്ട് ഇതാക്കുന്ന നല്ല ഡോർമിറ്ററി ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ സൈഡിലാണെന്ന് വിചാരിച്ചാൽ നട്ടം തിരിയുന്നവർക്ക് വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ആരോമാർക്ക്. റഷമോളെ കുറെ കാലത്ത് ആഗ്രഹം ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് ആവുണ്ട്. അതാണ് വാങ്ങി കൊടുക്കാതെ കഴിച്ചില്ല. പിന്നെ ഫോട്ടോപ്രാന്തമാർക്ക് ഇത് ഏറെ ഉപകാരപ്പെട്ടു കാരണം ആ ഒരു തീമിലാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മക്കൾസിന് ഇവിടെ ഒരുപാട് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതൊക്കെ വഴിയെ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചാബി സ്റ്റൈലിലുള്ള ഈ ഒരു ഡ്രസ് ഇട്ടിട്ട് നമുക്ക് പല ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് ഏവിയറി. ഇവിടെ ഒരു മിനി ആമസോൺ ഫോറസ്റ്റ് തന്നെ ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാനോ നമുക്ക് നല്ല 2-3 സൈക്കിൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു പാർക്കും കൂടി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കും പറ്റുമേ. ആളെ ഇങ്ങനെ കയറി യാസിനും ഇരിക്കലാണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു 1.5 വ്യൂ ആണ് കേട്ടോ. ഈ ഒരു കോമാച്ചി പാർക്ക് എന്നല്ല ഈ മലമുകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാ കാണാട്ടോ. അടുത്ത ഇനി VR എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതാ റിയാലിറ്റി പോലും അറിയില്ല. പിന്നെ ഇത് ആർട്ട് വില്ലേജ്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണോ നിങ്ങൾക്കും ഇവിടെ വന്ന് വരക്കാം. മാത്രമല്ല സെയിലും ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പോണത് ജിമ്മിലേക്കാണ് കേട്ടോ. ഒരു കുഞ്ഞ് ജിമ്മ് ഇവിടെ നമുക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പിന്നെ ഒരു സാധനം എടുത്ത് പെട്ടെന്ന് അവിടെ തന്നെ വെച്ചോട്ടോ. കാരണം എന്തിനാ നമ്മൾ ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയ തടി കുറക്കണത് അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. എനിക്ക് വെയിറ്റ് ഉണ്ടായിട്ടൊന്നുമല്ല. ഇതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ആർട്ടിഫിഷ്യൽ ആണെന്നൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ടാ തോന്നൂല. 1200 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ആംഫി തിയേറ്റർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയൊക്കെ കാണിച്ചപ്പോ തന്നെ ഞാൻ നടന്നൊരു വശമായിട്ടുണ്ട്. ഇതിമേലൊന്നും അവസാനിച്ചിട്ടില്ല. വർക്ക് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായില്ല. ബാക്കി നിങ്ങൾ നേരിട്ട് കാണണം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ അത്രയ്ക്കുള്ള അടുത്ത് വീഡിയോ വരാം.